ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒക്ടോബർ 2 വിജയദശമി മുതൽ ദീപാവലി വരെ, അതായത് ഒക്ടോബർ 20 വരെ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു ലക്ഷ്മി മന്ത്രത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, കർക്കിടക മാസത്തിലൊക്കെ ഞാൻ ഇതുപോലെയുള്ള ലക്ഷ്മി മന്ത്രങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. ആ സമയത്ത് അതൊക്കെ ചൊല്ലിയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. 1-2 ദിവസം ചൊല്ലി നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല. ഞാൻ ആ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചൊല്ലണം. ഇവിടെ പീരിയഡ്സ് വരുന്ന ദിവസങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഒക്ടോബർ 2 വിജയദശമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ വിജയത്തെ കുറിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും സർവ്വ വിജയവും നമുക്ക് നേടിത്തരുന്ന ഒരു ദിവസമാണ് വിജയദശമി എന്ന് പറയുന്നത്. ആ ഒരു വിജയദശമി മുതൽ തുടർച്ചയായ 19 ദിവസം ഒക്ടോബർ 20 വരുന്ന ദീപാവലി വരെ. ഒക്ടോബർ 20 എന്ന് പറയുമ്പോൾ ഒക്ടോബർ 21 വരെ എന്നുള്ള ഒരു കണക്ക് ഞാൻ നിങ്ങളുടെ മുൻപിലോട്ട് വെക്കും. കാരണം ഒക്ടോബർ 20 കേരളത്തിലെ കലണ്ടറിലൊക്കെ ദീപാവലി കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ 21 ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എത്ര ദിവസം ചൊല്ലണം, അതായത് 19 ദിവസമാണോ 20 ദിവസമാണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ എന്നാണോ ദീപാവലി ലക്ഷ്മി പൂജ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ദിവസം വരെ നിങ്ങളിത് ചൊല്ലണം. ഇനി ഇതിനിടയ്ക്ക് പീരിയഡ്സ് പുലവാലായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ദിവസങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കുക, എന്നിട്ട് ചൊല്ലിയാൽ മതിയാവും. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകൾ യാതൊന്നുമില്ല. എല്ലാ ദിവസവും ഒരു നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് അതിനു മുൻപിലിരുന്ന് ചൊല്ലിയാൽ അത് വളരെ വളരെ നല്ലതാണ്. കാരണം മൺവിളക്ക് കുറിക്കുന്നത് ശനി ഭഗവാനെയും അതിലൊഴിക്കുന്ന നെയ്യ് കുറിക്കുന്നത് ഗുരു ഭഗവാനെയുമാണ്. അതുമാത്രവുമല്ല, നമ്മൾ ചൊല്ലുന്ന ലക്ഷ്മി മന്ത്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ശുക്രഭഗവാനും. ഗുരു ശുക്ര ശനി സംയോജനമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതുവഴി നമുക്കുണ്ടാവുന്നത് ധനലാഭമാണ്. അതുകൊണ്ട് തന്നെ മൺവിളക്കിൽ നെയ്യൊഴിച്ച് തിരി കൊളുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരും. ഇനിയിപ്പം മൺവിളക്കൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാസിൻ്റെ വിളക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇത് ഒക്ടോബർ 2 വ്യാഴാഴ്ച മുതൽ നിങ്ങൾക്ക് ചൊല്ലിത്തുടങ്ങാവുന്നതാണ്. വ്യാഴാഴ്ച രാവിലെയോ വൈകിട്ടോ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം. പക്ഷേ രാവിലെ ഇപ്പം മക്കളൊക്കെ പൂജ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കൊക്കെ എടുത്ത് അവർ പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് ചൊല്ലിത്തുടങ്ങിയാൽ അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അങ്ങനെ നേദ്യങ്ങളൊന്നും വെക്കേണ്ടുന്ന ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു മൺവിളക്ക് കൊളുത്തിയിട്ട് ദേവിക്കൊരു പൂ സമർപ്പിക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ഒരു പൂ സമർപ്പിച്ചാൽ മതിയാവും. അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. മന്ത്രം ചൊല്ലേണ്ടുന്ന കണക്കെന്ന് പറയുന്നത് ഒന്നെങ്കിൽ 45 പ്രാവശ്യം അല്ലെങ്കിൽ 108 പ്രാവശ്യം. നിങ്ങൾക്ക് ഒരു ദിവസം എത്ര തവണ ചൊല്ലാൻ സമയം കിട്ടുമോ അത്രയും പ്രാവശ്യം ചൊല്ലിയാൽ മതി. ആദ്യത്തെ ദിവസം 45 പ്രാവശ്യം ചൊല്ലിയാൽ തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും 45 പ്രാവശ്യം മാത്രമേ ചൊല്ലാവൂ. അതേപോലെ തന്നെ ആദ്യത്തെ ദിവസം നിങ്ങൾ രാവിലെ ചൊല്ലിയാൽ പിന്നെ തുടർന്ന് അങ്ങോട്ട് രാവിലെ തന്നെ ചൊല്ലണം. മാറ്റി ഇപ്പോൾ രാവിലെ വൈകിട്ട് എന്നുള്ള രീതിയിൽ ചൊല്ലരുത്. ഇനി ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പോവേണ്ടി വന്നു, രാവിലെ ചൊല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, വൈകിട്ട് ചൊല്ലാം. പക്ഷേ അത് സ്ഥിരമായിട്ട് മാറ്റിയും മറിച്ചും ചൊല്ലരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ആ ഒരു മന്ത്രം എന്താണെന്ന് നോക്കാം. മന്ത്രം ഇതാണ്, ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട്. ഓം ശ്രീം ക്ലീം മഹാലക്ഷ്മി ശ്രീം ഹ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമഃ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം. ശ്രീം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും, ക്ലീം എന്ന് പറയുന്നത് ഭഗവാന്റെ ബീജമന്ത്രവും, ഹ്രീം എന്ന് പറയുന്നത് ഭുവനേശ്വരിയെ കുറിക്കുന്ന ബീജമന്ത്രവുമാണ്.
ബീജമന്ത്രങ്ങൾ എല്ലാവർക്കും ചൊല്ലാമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. മഹാലക്ഷ്മിയുടെ മന്ത്രം, ബീജമന്ത്രം ആർക്ക് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. ശ്രീം എന്ന് പറയുന്നത് വളരെയധികം പവറുള്ളതാണ്. നിങ്ങളിത് ചൊല്ലുമ്പം ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഓം ശ്രീം എന്നുള്ളത് ശ്രീം എന്ന് തന്നെ ചൊല്ലണം. ഓം ശ്രീ എന്നായി പോവരുത്. അതുപോലെ തന്നെ ഹ്രീം ആണെങ്കിലും ക്ലീം ആണെങ്കിലും ഉച്ചാരണം കറക്റ്റായിട്ടിരിക്കണം. നമ്മൾ ചിലപ്പം വളരെ സ്പീഡിലൊക്കെ ചൊല്ലിപ്പോകുമ്പം ഉച്ചാരണം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചൊല്ലുമ്പം ആ ഒരു ചൊല്ലുന്നതിൽ നമ്മളുടെ ശ്രദ്ധയുണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇത് മാത്രമല്ല, ദേവീ മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ഈവൻ ഓരോ പ്രത്യേക ദിവസങ്ങളിൽ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ പോലും നമ്മൾ ചൊല്ലുമ്പം ഉച്ചാരണ ശുദ്ധി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് കേട്ട് എഴുതിയെടുക്കുമ്പോഴും തെറ്റാതെ നമ്മൾ എഴുതിയെടുക്കണം. അത് തെറ്റിച്ചൊല്ലി എന്നും പറഞ്ഞ് നമുക്ക് ദോഷം വരുമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കതിൻ്റെ ഫലം കിട്ടാതെ പോകും. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പ്രൊനൗൺസിയേഷൻ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ചൊല്ലിയെങ്കിൽ മാത്രമേ നമ്മൾ ചൊല്ലുന്ന മന്ത്രം കൊണ്ടുള്ള ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ ചൊല്ലി എന്നുള്ളതല്ലാണ്ട് നമുക്കതിൽ നിന്നും ഗുണമൊന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 2 വിജയദശമി മുതൽ നിങ്ങളിത് ചൊല്ലി തുടങ്ങിക്കോളൂ. ഇനിയിപ്പം നിങ്ങൾ എല്ലാ ദിവസവും പൂജാമുറിയിൽ നിവേദ്യം സമർപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിവേദ്യം സമർപ്പിക്കാം. ഇനി നിവേദ്യം ഞങ്ങൾക്ക് സമർപ്പിക്കാമോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾ നിവേദ്യം സമർപ്പിച്ചോട്ടെ. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എല്ലാ ദിവസവും ദേവിക്ക് ഒരു നെല്ലിക്ക സമർപ്പിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലിയാൽ അത് വളരെ നല്ല ഫലം നമുക്ക് തരും. താല്പര്യമുള്ളവർക്ക് നിവേദ്യം സമർപ്പിച്ചാൽ മതി. ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് നമുക്ക് നിവേദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ 45 108 പ്രാവശ്യം നിങ്ങളുടെ ഇഷ്ടം പോലെ എണ്ണം തിരഞ്ഞെടുത്താൽ മതിയാവും. അതേപോലെ തന്നെ ഒക്ടോബർ 20 വരെയാണോ 21 വരെയാണോ ചൊല്ലേണ്ടതെന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടം. ഒക്ടോബർ 20 വരെയാണ് എന്നുണ്ടെങ്കിൽ 19 ദിവസവും 21 ചൊവ്വാഴ്ച വരെയാണെന്നുണ്ടെങ്കിൽ 20 ദിവസവും ആകും. അതൊരു കൗണ്ടാണോ? അതായത് സാധാരണ നമ്മൾ 21 പ്രാവശ്യം 48 അങ്ങനെയാണല്ലോ ചൊല്ലുന്നത്. ഇവിടെ അത് പ്രശ്നമില്ല. വിജയദശമി മുതൽ ദീപാവലി വരെയുള്ള ആ ഒരു സമയമാണ് നമ്മളിവിടെ ചൊല്ലുന്നത്. സോ എല്ലാവരും കഴിയുന്നതും ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫലം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. സാമ്പത്തികമായിട്ടുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന ഐശ്വര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചൊല്ലുക. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.